ചാളക്കൊക്കെ 400 രൂപ അല്ലേ, 400 രൂപ. നമുക്ക് മീൻ വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കാം. അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു കമ്പനിയിലോട്ട് രാത്രി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. റോട്ടിലൊക്കെ ആണെങ്കിൽ ആകെ ചെളിയാണ്. ആകാശത്തോട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ഇപ്പം തന്നെ മഴ പെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. എങ്കിലും ആ ചെളിയൊന്നും വകവെക്കാണ്ട് ഞങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ചേട്ടന്മാർ പോണതിന് മുമ്പ് കമ്പനിയിൽ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗത്തിലങ്ങോട്ട് നടന്നു. റോഡ് സൈഡിലാണെങ്കിൽ ആകെ പുല്ലെല്ലാം വളർന്ന് കാട് പിടിച്ച് ആകെ നാശമായിട്ട് കിടക്കുകയാണ്. അതിനിടയിൽ നിന്ന് വല്ല അണലിയോ ചേരയോ ചാടി വരുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് ടോർച്ചും തൂക്കി പിടിച്ച് പോകുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഓടിച്ചാടി നടന്ന് കളിച്ചിരുന്നൊരു പറമ്പാണ്. പക്ഷെ ഇപ്പം ആ പറമ്പിലോട്ട് കാലെടുത്ത് വെക്കാൻ തന്നെ ആർക്കായാലും പേടിയാവും. അതിന് മാത്രം പാമ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പതിയെ ഇരുട്ടിലൂടെ നടന്ന് ഞങ്ങൾ ആ കമ്പനിയിൽ എത്തിയിട്ടാ. ഇനി ഈ കമ്പനിയിൽ തെന്നിയലച്ച് വീഴാതിരിക്കാൻ നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ അതും ആശുപത്രി കൊണ്ടൊക്കെ കാശ് കൊടുക്കാനുള്ളൊരു വഴിയായി മാറും. അങ്ങനെ ചെമ്മീൻ കെട്ടിയെന്ന് ചെമ്മീനും മീനൊക്കെ പിടിച്ച് ചേട്ടന്മാർ 2 പേരോട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനുണ്ടാന്ന് ചോദിച്ചാൽ അകത്തി വന്നപ്പോൾ കണ്ടത് ഒരു 6 പോലെ കിടക്കുന്നൊരു മീനാണ്. ഞങ്ങളുടെ ഇവിടേക്ക് ഇതിനെ മധുര എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാനോട്ടാ. കടിക്ക് ഉറപ്പാണ്. അതിനൊന്ന് കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കടിക്കുമെന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞത് കടിക്കില്ല, അതിന് പല്ലില്ല എന്നാണ് പറഞ്ഞത്. ആരണ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകുമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ പേരിലും ചേട്ടനൊരു കഥ പറഞ്ഞു. കഥ എന്താണെന്ന് ഞാൻ അന്നേരം കേട്ടെന്നല്ലാതെ പിന്നെ അത് മറന്നുപോയി. അങ്ങനെ ഒരു കണക്കിന് ഇതിനെ കയ്യിലെടുത്തൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല. ഇതിൻ്റെ മേത്ത് ആകെ വഴുവഴുപ്പുള്ള കാരണം തെന്നി വീഴാണ്. അങ്ങനെ ഒരു കണക്കിനെടുത്ത് പിടിച്ചെങ്കിലും 2 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ താഴത്തോട്ട് പോയി. അങ്ങനെ ആ മളാൻ എന്ന് പറഞ്ഞ സ്വർണത്തിൻ്റെ വിലയുള്ള സാധനത്തിന് ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചു. 1 കിലോയ്ക്ക് 550 രൂപയൊക്കെ വില വന്ന മീൻ നമുക്ക് മേടിച്ച് കഴിക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. നമുക്കത് വേറെ മീനോട് ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കുള്ള മീനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതാണ് പട്ടത്തി എന്ന് പറഞ്ഞ മീനാണ് നമുക്ക് കിട്ടിയത്. ജീവനുള്ള നല്ല പെടപെടക്കണ പട്ടത്തി. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെന്താ പറയുന്നത്? പിന്നെ 2 വലിയ പൈത്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പൈത്തിനെയും പട്ടത്തിനെയും വീട്ടിൽ കൊണ്ട് കറി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് തിന്നാനായിട്ട്. എന്തായാലും ഇനി വരുന്ന 1 മാസത്തേക്ക് ചാളയുടെ അഹങ്കാരം താഴാനൊന്നും പോണില്ല. എത്ര അഹങ്കാരം കാണിച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ ഏറ്റവും താഴെത്തട്ടി കിടക്കേണ്ട മീനാണെന്നുള്ള വിചാരം ചാളക്കുമില്ല. ചാളയെ കുറ്റം പറഞ്ഞിരിക്കാതെ നമ്മൾക്ക് ഈ മീൻ കൊണ്ട് കറി വെച്ച് ഹാപ്പിയായി ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കാം. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്കും ഒരു ഷെയറും തരാൻ മറക്കല്ലേ. അങ്ങനെ എല്ലാവരും വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാജകുമാരൻ